മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന വൻപയറും അതായത് വെള്ളപ്പയറും പട്ടുചീരയും കൊണ്ടൊരു നല്ല ഹെൽത്തി കറി തയ്യാറാക്കിയിരിക്കുകയാണ്. ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനും ചപ്പാത്തി കഴിക്കാനും എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റുന്ന നല്ലൊരു കുറുകിയ ചാറോടുകൂടി നമ്മൾ വെള്ളം വേണേൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർക്കാതാണ് നല്ല രുചികരമായ രീതിയിൽ മസാലകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുകയാണ്. ഒരു തവണയെങ്കിലും വെച്ച് നോക്കണം. കുട്ടികൾക്കും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ചീര കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ, ചീരയും പയറും കഴിക്കാത്തവർക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും ഇതേപോലുള്ള കറി ചീര കിട്ടുമ്പോഴൊക്കെ വെച്ച് കൊടുക്കാമായിരുന്നു. അപ്പം ഞാൻ നല്ല തൈരും ഈ പയറ് കറിയും മീനും കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ നല്ല 200 ഗ്രാം വൻപയർ, അതായത് വെള്ളപ്പയർ, നമ്മളിവിടെ വൻപയർ എന്ന് പറയും കേട്ടോ. ഇത് കുതിർത്തായിരുന്നു നമ്മുടെ എളുപ്പമായിരുന്നു, കുതിർത്തില്ല. ഞാൻ 200 ഗ്രാം എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. 2-3 വിസിലടിച്ച് വേവിക്കുക. ഈ സമയത്ത് നമ്മൾ ചീര ഒരു പിടി 200 ഗ്രാമോളം തൂക്കം വരുന്ന ചീര എടുത്തിട്ടുണ്ട്. പട്ട് ചീരയാണ് കേട്ടോ, നീളമുള്ള ചീരയാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടും ഇലയും പ്രത്യേകമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ഇതിൻ്റെ വേവ് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കുനുകുന നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അധികം മൂക്കാത്ത തണ്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ തണ്ടെല്ലാം നമ്മൾ കുനുകുന അരിഞ്ഞെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം തണ്ടിങ്ങി അരിഞ്ഞെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇല നമുക്കിനി ഇതേ രീതിയിൽ കുനുകുനാന്ന് കട്ട് ചെയ്ത് എടുക്കാം. നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ തലങ്ങും വിലങ്ങും ഒന്നുകൂടെ കട്ട് ചെയ്യും കേട്ടോ. ഇങ്ങനെ നീളത്തിൽ കിടന്നാൽ ഇങ്ങനെ വല പോലെ നൂല് പോലെ കിടക്കും. അപ്പോൾ ഇതെല്ലാം തലങ്ങും വിലങ്ങും എല്ലാം കട്ട് ചെയ്തത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പ്രത്യേകമാണ് വേവിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഒരു 2 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കഷ്ണമായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 10-12 വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ച പയറാണ് ഇവിടെ 4 വിസിലടിച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വെള്ളം നമ്മൾ കളയില്ല കേട്ടോ. പണ്ടൊക്കെ ഈ വെള്ളം നമ്മൾ രസം വെക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും വെക്കാം. അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ചു. ചൂടായ ചട്ടിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 1/2 ടീസ്പൂൺ കടുകും ചേർത്തു. ഇത് നമ്മൾ സാധാരണ ചെറിയ ഉള്ളി കടുക് താളിക്കാനൊക്കെ ചേർക്കും, അതാണ് ഒരു ടേസ്റ്റ് കേട്ടോ, ഹൈലൈറ്റ്. അപ്പോൾ അതൊരു 3-4 ചെറിയ ഉള്ളി വട്ട വരുന്നതും ചേർത്ത് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 3-4 വറ്റൽമുളകും 5 വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പിലേക്ക് ഇട്ടു. ഇതെല്ലാം മൂക്കുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാള 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പയറിൽ ഉപ്പ് ചേർത്തായിരുന്നു. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളൊന്ന് വെള്ളമെല്ലാം അതിൻ്റെ ഈ സവാളക്കകത്തുള്ള വെള്ളമയമെല്ലാം തോർന്നതിന് ശേഷം നമ്മളിതൊന്ന് ഒരു 2 മിനിറ്റ് ഈ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വെന്ത് സോഫ്റ്റ് ആകാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. വെന്തിങ്ങ് വഴന്ന് മൂത്ത് പോവണ്ട, സോഫ്റ്റായിട്ട് വെന്താൽ മതി. അപ്പോൾ ഒന്ന് കടിക്കാനും കിട്ടണം. അപ്പോൾ അത് നമ്മളൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചു. അപ്പോൾ തന്നെ നമ്മുടെ സവാളയെല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്ത് മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഉണ്ടോ? ഇനി നമ്മളിതിലേക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും നല്ല ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി നന്നായിട്ട് മൂപ്പിക്കണം. മൂത്ത് നല്ല മണം വരണം. എന്നിട്ട് നമ്മളിതെല്ലാം മൂത്ത് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നമ്മൾ ആദ്യം ചേർക്കത്തില്ല കേട്ടോ. ഇതെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുത്ത് മൂത്തതിന് ശേഷമേ അതിൻ്റെ വെള്ളം എല്ലാം തോർന്നതിന് ശേഷം നമ്മൾ പച്ചമുളകും ഇടുകയുള്ളൂ. പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് പച്ചമുളക് ഇട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കും കേട്ടോ. ഇതൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് വേവാൻ വേണ്ടിയാണ്. എന്നിട്ട് തണ്ട് ചേർക്കും കേട്ടോ. തണ്ട് ആദ്യം ചേർക്കും. തണ്ടും കൂടെ ചേർത്ത് കൂട്ടി പുരട്ടിയിട്ട് നമ്മൾ ഒന്ന് അടയ്ക്കാൻ വെക്കും. തണ്ടൊന്ന് വേവണമല്ലോ. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. അടച്ചു വെച്ച് പിന്നെ നമ്മൾ തുറന്ന് ചിക്കി എടുക്കുമ്പോൾ നമ്മളിതിനകത്ത് വെളുത്തുള്ളി ചേർക്കാൻ മറന്നുപോയായിരുന്നു. മറന്നുപോയാലേ ശ്രദ്ധിച്ചില്ല. അത് നമ്മൾ ഈ നടുക്കിട്ട് കൊടുത്തൊന്ന്
വിരകിയിട്ട് ആ ചട്ടിയിലിട്ടൊന്ന് വിരകിയുമ്പോൾ അതങ്ങ് മൂക്കും കേട്ടോ. മൂത്തിട്ട് നമ്മളിതിൻ്റെ കൂടെ കൂട്ടി യോജിപ്പിച്ച് മൂപ്പിക്കാൻ വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് വെക്കുമ്പോഴത്തേനും അത് വെന്ത് മൂത്ത് ഇതിനകത്തങ്ങ് ചേർന്നോളും കേട്ടോ. അപ്പോൾ അതങ്ങ് വിട്ടുപോയതാണ് ഞാൻ. നമ്മൾ ആദ്യം തന്നെ വെളുത്തുള്ളി നമ്മൾ കടുക് താളിക്കുമ്പോഴൊക്കെ ചേർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ കൂട്ടി പുരട്ടിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഇതിനു വേണ്ടിയാണ് നമ്മളൊന്ന് അടച്ചു വെക്കുന്നത്. അടച്ചു വെച്ച് വീണ്ടും നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഞാൻ നോക്കി, ഉപ്പില്ല, ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പും ചേർത്ത് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അടച്ചു വെച്ച് തുറന്ന് നമ്മളിതിലേക്ക് നമ്മുടെ ചീര ഇല ചേർത്ത് കൊടുക്കും. നമ്മുടെ തണ്ടപ്പഴത്തിന് വെന്ത് കേട്ടോ, ഇലയ്ക്കധികം വേവില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ ഇലയും കൂടെ കൂട്ടിപ്പരട്ടി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ചീര കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം മക്കളെ. പിന്നെ നമുക്ക് ഈ പയറും ചീരയൊന്നും പ്രത്യേകം വെക്കണ്ട. ഒന്നിച്ച് ഇതുപോലൊരു കറിയാണെങ്കിൽ ഉണ്ടല്ലോ, ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഞാൻ പറഞ്ഞൊരു തൈര് ഒരു ചമ്മന്തി മാത്രം മതി. അപ്പോൾ ഇത് വീണ്ടും നമ്മുടെ പയറും വെള്ളവും എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെന്ത് പുളിയോ ഗരം മസാലയോ ഒന്നും ചേർക്കണ്ട. ഈ കറിയുടെ ടേസ്റ്റിന് പിന്നെ വ്യത്യാസം വരും കേട്ടോ. പുളി ചേർക്കണ്ട. വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി പുളി ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ ഉപ്പുമൊക്കെ നോക്കി, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വീണ്ടും നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് കൂട്ടി ഇളക്കി നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഈ അടപ്പാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് അടച്ച് വെച്ച് 2 മിനിറ്റ് അടച്ച് വെച്ചാണ് ഇതെല്ലാം വേവിച്ചെടുക്കുന്നത്. അപ്പോഴത്തേനും ഇതെല്ലാം വെന്തു സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കണ്ടല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം മക്കളെ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണല്ലോ. പ്രോട്ടീനും ഉണ്ട്, പിന്നെ നാരും ഉണ്ട്, പിന്നെ ഇലയും ഉണ്ടല്ലോ. ഇലയും നല്ല വൈറ്റമിനും അടങ്ങിയിട്ടുള്ളതാണല്ലോ നമ്മുടെ ചീരയ്ക്കകത്ത്. പിന്നെ പ്രോട്ടീൻ, കാൽസ്യം എല്ലാം നമ്മുടെ പയറിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ റിച്ച് പ്രോട്ടീൻ, വൈറ്റമിൻസ് അടങ്ങിയ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം മക്കളെ, ഒറ്റ തവണയെങ്കിലും. പിന്നെ അമ്മ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത്, അതുപോലെ തന്നെ ഓളെന്ന ഓപ്ഷനൂടെ ഇനാബിൾ ചെയ്യണം. ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, അതുകൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. എങ്കിലേ പിന്നെ അമ്മ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെങ്കിലേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈരും ഇതും കൂട്ടി ആസ്വദിച്ച് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീനും ഒന്നും വേണ്ട. അപ്പോൾ മക്കളെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുക. കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്. വെള്ളമൊക്കെ ധാരാളം കുടിക്കണം കേട്ടോ. അങ്ങനെ ഇതുപോലുള്ള ഹെൽത്തി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക. തൈരൊക്കെ കഴിക്കുക കേട്ടോ, ചൂടായതുകൊണ്ട്. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ മക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.